ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തിന്റെ പൊതുമനസ് എങ്ങോട്ട് സഞ്ചരിച്ചു എന്നറിയാൻ മെയ് 4 പ്രഭാതത്തിലേക്ക് കാതോർത്തിരിക്കുക കേരളം, രാജ്യം മുഴുവനും. പക്ഷേ ഈ നാടിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? ഈ രാഷ്ട്രീയ മണ്ണിൽ വേനൽ മഴയ്ക്കൊപ്പം ഇങ്ങനെ പൊന്തി വരുന്ന ഒരു ചിന്ത. എന്തിനാണ് UDF തിരിച്ചു വരേണ്ടത്? എന്തിനാണ് LDF തിരിച്ചു പോകേണ്ടത്? ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് മാറേണ്ടത്? ഉത്തരമില്ലാത്ത ചോദ്യം. 5 കർമ്മ പദ്ധതികൾ രാഹുൽ ഗാന്ധി വന്ന് കോഴിക്കോടിന്റെ കടപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ. ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യകതയെ ടച്ച് ചെയ്യുന്ന എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? പറയൂ നിങ്ങൾ. ഈ നാട് ആരോഗ്യരംഗത്ത് ഇത്രമേൽ താഴേക്ക് പോയി, സർക്കാർ ആശുപത്രികൾ ഇത്രമേൽ താഴേക്ക് പോയി. അതിനെ ഇത്രയും വലിയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരു പ്ലാൻ ഉണ്ടോ? ഇല്ല. ഈ നാടിന്റെ വികസനങ്ങൾ കഴിഞ്ഞ 10 വർഷം എത്രമേൽ പിന്നോക്കമാണ് പോയത്. ഈ നാടിന്റെ വികസനത്തെ തിരിച്ചു കൊണ്ടുവരേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം വലതു മുന്നണിക്കുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കക്ഷി അതിന് പ്രതിജ്ഞാബദ്ധരായി അടുത്ത 5 വർഷം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു രംഗത്തെ കുറിച്ചും ഒന്നും പറയാതെ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര. എങ്ങനെ ആർക്കറിയാം? അറിയില്ല. സ്ഥാനാർത്ഥി നിർണയം മുതൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടി പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രാദേശികമായ കലഹത്തിൽപ്പെട്ട് നശിക്കുമെന്നുള്ളതല്ലാതെ മറ്റെന്ത് പറയാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഒരു എഡ്ജെടുത്ത് LDF ഭരണം നിലനിർത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഈ നാടിന്റെ പൊതുമനസ് അവരുടെ ഹൃദയാംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും കോൺഗ്രസ് എത്തിപ്പെടുക? എത്ര പേർ അന്ന് BJP-ക്ക് പോകും? എത്ര പേർ ഒരാഴ്ച കഴിഞ്ഞ് BJP-ക്ക് പോകും? BJP-യിലേക്ക് പോകുന്നവരെ തടഞ്ഞു നിർത്താൻ സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അതികായന് കഴിയുമോ? ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എത്ര നാളായി ഈ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, ഈ UDF-നൊപ്പം നിൽക്കുന്നു? ഒരു ഡിമാൻഡബിൾ പാർട്ടിയും അല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങളൊന്നും ആവശ്യപ്പെടില്ല, അർഹതയുള്ളത് കണ്ടറിഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഔദാര്യം പോലെ ലീഗിലേക്ക് കൊടുക്കുമ്പോ അവർ അത് മേടിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? 5ാം മന്ത്രി വിവാദം ഇന്നും ഈ രാഷ്ട്രീയ മണ്ണിന്റെ പിന്നോക്കങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും വലിയ വിവാദമായി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഓച്ചാനിച്ച ഔദാര്യം പോലെ കൊടുത്തില്ലേ അന്ന് UDF ലീഗിന് 5 സ്ഥാനം. ഇന്നും 5 അല്ല 10 സ്ഥാനം കൊടുക്കണമെങ്കിലും കൊടുക്കണം. കാരണം ഹിറ്റ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയായി ലീഗ് UDF-ൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഇത്രമേൽ പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു UDF-ലേക്ക് ഭരണം കിട്ടാതിരിക്കാൻ നമ്മൾ വലിയ പ്രതീക്ഷ ഇങ്ങനെ അർപ്പിച്ച് കാത്തിരിക്കുക എന്നുള്ളതല്ല. അതൊന്നും ഇപ്പോൾ ചെയ്യാനില്ല. ഈ നാടിന്റെ 5 വർഷം ഉണ്ടായ ഒരു പ്രശ്നത്തെ കുറിച്ച് ഉയർത്തിക്കാട്ടാൻ കഴിയാതെ അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ മുഴുവൻ ഒളിച്ചോടിയ, ഏതെല്ലാം രീതിയിൽ ചർച്ചകൾക്ക് ഇടതുപക്ഷം തയ്യാറായിട്ടുണ്ടോ അന്ന് മുഴുവൻ കൊഞ്ഞനം കുത്തി തിരിഞ്ഞോടിയ ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കും വേണ്ടി അടി ഉണ്ടാവുക എന്നുള്ളതാണ്. 100% ഉറപ്പിച്ചു പറയാം. 2026 മെയ് 4 ഒരു ബലം വരുമ്പോൾ അത് UDF-ന് ഒരു തിരിച്ചടിയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അവസാനമായിരിക്കും അത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭരണം കിട്ടിയില്ലെങ്കിൽ VD സതീശൻ വനവാസം എന്ന് ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്? നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്തിനിവിടെ നിൽക്കും? കാട്ടിപ്പോയാൽ എന്താ കുഴപ്പം? വനവാസം എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി പേഴ്സണൽ കാര്യം നോക്കി നിന്നാൽ എന്താ കുഴപ്പം? 100% ഇത്രമേൽ അധപ്പതിച്ച ഒരു പാർട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്.